PNB വായ്പാ തട്ടിപ്പ് കേസിൽ വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതിയുടെ അനുമതി. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ പൂർത്തിയാക്കിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. ദീർഘനാളായി നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് ഒടുവിലാണ് ബെൽജിയൻ കോടതി ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. 13,000 കോടി രൂപയുടെ PNB വായ്പാ തട്ടിപ്പ് കേസിൽ മെഹുൽ ചോക്സിക്കെതിരെ വഞ്ചന കുറ്റം, പണം തട്ടിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതായും കോടതി ശരിവെച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള രേഖകൾ ഇന്ത്യ ബെൽജിയം കോടതിയിൽ സമർപ്പിച്ചിരുന്നു. മെഹുൽ ചോക്സി 3 തവണയോളം ജാമ്യാപേക്ഷ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതെല്ലാം തള്ളിക്കൊണ്ടാണ് ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രധാനമായും അന്താരാഷ്ട്ര നിയമങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യയുടെ അഭിഭാഷകർ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇത് കോടതി അംഗീകരിക്കുകയും മെഹുൽ ചോക്സിയെ കൈമാറാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. ഒപ്പം തന്നെ മെഹുൽ ചോക്സി ഇന്ത്യക്ക് കൈമാറണമെന്ന അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായ തടസ്സവാദം ഉന്നയിച്ചത് ഇന്ത്യയിലെ ജയിലുകളിലെ ശോചനീയ അവസ്ഥയായിരുന്നു. എന്നാൽ ഈ മുംബൈയിലെ ആർദർ ജയിലിലെ 12-ാം നമ്പർ സെല്ലിൽ മെഹുൽ ചോക്സിയെ താമസിപ്പിക്കുമെന്നും അവിടെ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും ഇന്ത്യ ബെൽജിയൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. കൂടാതെ ഏകാന്ത തടവ് മെഹുൽ ചോക്സിക്ക് ഉണ്ടാവില്ല എന്നതടക്കമുള്ള വിശദാംശങ്ങൾ കോടതിയെ അറിയിച്ചു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് കൈമാറാനുള്ള ഉത്തരവ് ബെൽജിയൻ കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതേസമയം ഇനി മെഹുൽ ചോക്സിക്ക് മുന്നിൽ ബെൽജിയൻ സുപ്രീം കോടതിയെ 15 ദിവസത്തിനകം സമീപിക്കുക എന്ന ഒരു ഉപാധി കൂടി മുന്നിലുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.